happily married, but conditions applied. Oi, oi. ഇങ്ങനത്തെ ശബ്ദങ്ങൾ നമ്മൾ എപ്പോഴാണ് കേൾക്കുക? നമ്മൾ ഈ കോളേജ് ഡേയ്സിൽ അല്ലെങ്കിൽ സ്കൂൾ ഡേയ്സിൽ സ്കൂളിൽ പോകുന്ന സമയത്തും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തും കോളേജിൽ പോകുമ്പോഴും കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ ഈ ചില ഹിന്ദിയിൽ പറയുക ആവാര, വായ്നോക്കികൾ, അങ്ങനത്തെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ? ഇങ്ങനത്തെ ശബ്ദമൊക്കെ വിട്ട് കളിയാക്കാൻ വേണ്ടിയിരിക്കണം. ക്യാൻ യു ഇമാജിൻ ഒരാൾക്ക് ഇങ്ങനത്തെ ശബ്ദം കേൾക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ കാണേണ്ടി വരുന്നു. വീട്ടിലൊരാൾ നമ്മുടെ കുട്ടീനെ അങ്ങനെ വിളിക്കുന്നു. നമ്മൾ നമ്മുടെ കുട്ടിക്ക് ഒരു പേരിട്ടിട്ടുണ്ടാവൂലേ, നല്ല ഒരു പേര്, ഒരുപാട് റിസർച്ചൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പേരും ഹസ്ബൻഡിൻ്റെ പേരും അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കണക്റ്റ് ആയിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു പേര് നമുക്ക് ഇട്ടിട്ടുണ്ടാവൂലേ? നമ്മൾ ID കാർഡിലും ആധാർ കാർഡിലും ഒക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ വിട്ടിട്ടുണ്ടാവൂലേ അല്ലേ? നമ്മൾ കുട്ടി ഉണ്ടാവാൻ പോകുന്നു എന്ന് അറിയുമ്പോഴേ കുട്ടീൻ്റെ പേര് നമ്മൾ ആലോചിക്കാൻ തുടങ്ങൂലേ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അങ്ങനെ ഒരു നല്ലൊരു പേര് ഉള്ള ഒരു കുട്ടീനെ അങ്ങനെയാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? ഒന്ന് പറയാമോ കമൻസിൽ? നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ?